നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. അമ്പല്ലൂർ അടിപ്പാതയുടെ മേൽപ്പാതയ്ക്ക് വേണ്ടി നിർമ്മിച്ച പാർശ്വഭിത്തിയിലെ കോൺക്രീറ്റ് ബ്ലോക്കുകൾ പുറത്തേക്ക് തള്ളിയ നിലയിൽ ഇതോടെ മേൽപ്പാതയുടെ ഒരു ഭാഗം ഇടിയുമെന്ന് ആശങ്ക. NHAI അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യം. ബ്ലാച്ചിറ പാലത്തിനടുത്ത് സുരക്ഷാ ഭിത്തിയില്ല. കാൽനടക്കാരും ഇരുചക്രവാഹനങ്ങളും അപകട ഭീതിയിൽ. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡ് പാറക്കാട് ഉന്നതിയിൽ ശക്തമായ ഇടിമിന്നലേറ്റ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ച പ്രദേശം റവന്യൂ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. കോടാലിയിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷന്റെ ജില്ലാ വാഹനജാഥ കൊടകരയിലെത്തി. ജൂലൈ 24-ന് സെക്രട്ടേറിയറ്റ് മാർച്ച്. കല്ലൂർ വീട്ടിക്കുന്ന് ശാസ്താക്ഷേത്രം പുനഃപ്രതിഷ്ഠ ഉത്സവത്തോടനുബന്ധിച്ച് ഗ്രാമപ്രദക്ഷിണ യാത്ര നടത്തി. 15-നാണ് പ്രതിഷ്ഠ. വിശദമായ വാർത്തകളിലേക്ക്. അമ്പല്ലൂർ അടിപ്പാതയുടെ മേൽപ്പാതയ്ക്ക് വേണ്ടി നിർമ്മിച്ച പാർശ്വഭിത്തിയിലെ കോൺക്രീറ്റ് ബ്ലോക്കുകൾ പുറത്തേക്ക് തള്ളിയ നിലയിൽ ഇതോടെ മേൽപ്പാതയുടെ ഒരു ഭാഗം ഇടിയുമോ എന്ന് ആശങ്ക. നോട്ടത്തിൽ തന്നെ കോൺക്രീറ്റ് ബ്ലോക്കുകൾ അടുക്കി സ്ഥാപിച്ചതിൽ അപാകവും വ്യക്തമാണ്. പണി പൂർത്തിയാകുന്ന അമ്പല്ലൂർ അടിപ്പാതയുടെ നിർമ്മാണത്തിലെ അപാകതയാണ് ഇത്തരത്തിൽ ആശങ്കയ്ക്ക് ഇടയാക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. നിർമ്മാണ സമയത്ത് അസ്ഥിവാരത്തിന് വേണ്ടത്ര ഉറപ്പില്ലാത്തതാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് സൂചന. മഴ ശക്തമാവുകയും വെള്ളം കിനിഞ്ഞിറങ്ങുകയും ചെയ്യുകയും പാലത്തിൽ ഭാരമേറിയ വാഹനങ്ങൾ കടന്നു പോവുകയും ചെയ്യുമ്പോൾ ഇളക്കമുള്ള അടിഭാഗം ഇടിയുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. പ്രശ്നത്തിൽ പ്രദേശവാസികൾ പലതവണ ദേശീയപാത പ്രൊജക്ട് ഡയറക്ടറുമായി ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹം വിഷയത്തിൽ ഇടപെട്ടതായി അറിവില്ല. നേരത്തെ അടിപ്പാതയുടെ തൂണുകൾക്കായി അമ്പല്ലൂർ സെന്ററിൽ എടുത്ത കുഴി മൂടി വീണ്ടും കുഴിക്കേണ്ടി വന്നത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇളക്കമുള്ള മണ്ണിൽ ശരിയായ ബലപരിശോധന നടത്താതെയാണ് തൂണുകളുടെ പണി തുടങ്ങിയതെന്ന ആരോപണം അന്നേ ഉണ്ടായിരുന്നു. തുടർച്ചയായി ഉണ്ടായ അപകടങ്ങളെ തുടർന്ന് ദേശീയപാത അതോറിറ്റി ബ്ലാക്ക് സ്പോട്ടായി പ്രഖ്യാപിച്ച 11 ഉൾപ്പെട്ട അമ്പല്ലൂരിലെ അടിപ്പാത പണി പൂർത്തിയാവുകയും അനൌദ്യോഗികമായി വാഹന ഗതാഗതത്തിന് തുറന്നു കൊടുത്തതുമാണ്. തമിഴ്നാട് നാമക്കൽ നല്ലിപ്പാളയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന PST എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല. എന്നാൽ നിശ്ചിത സമയത്ത് അടിപ്പാത പണി പൂർത്തിയാക്കാൻ കഴിയാതിരുന്നതോടെ ഈ കമ്പനിയെ ദേശീയപാത അതോറിറ്റി തുടർന്നുള്ള കരാറുകളിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇതിനുശേഷം ആരംഭിച്ച പുതുക്കാട്, മരത്താക്കര, നടത്തറ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ കരാർ നൽകിയിരിക്കുന്നത് ഹരിയാന ആസ്ഥാനമായുള്ള ധരിവാൾ ബിൽടെക് ലിമിറ്റഡിനാണ്. ആലപ്പുഴയിലും കണ്ണൂരും കോഴിക്കോടും മേൽപ്പാലങ്ങൾ നിർമ്മാണത്തിനിടെ തകർന്ന സംഭവങ്ങൾ ഉണ്ടായത് പ്രദേശവാസികളെയും വാഹനയാത്രികരെയും ആശങ്കയിലാക്കുന്നുണ്ട്. ദേശീയപാതയിലെ നിർമ്മാണത്തിലെ അപാകങ്ങളെക്കുറിച്ച് പരാതിപ്പെടാനോ നിർമ്മാണ പുരോഗതി സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നതിന് പാലക്കാട് ചന്ദ്രനഗരിലെ ദേശീയപാത അതോറിറ്റി ഓഫീസുമായി ബന്ധപ്പെടുക മാത്രമേ മാർഗമുള്ളൂ. എന്നാൽ അധികൃതരെ നേരിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട്. വിഷയത്തിൽ സാങ്കേതിക പരിശോധന നടത്തുകയും ആവശ്യമായ മുൻകരുതലുകൾ എടുത്ത് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നുമാണ് ആവശ്യം ഉയരുന്നത്. കൊടകര, പറപ്പൂക്കര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ബ്ലാച്ചിറ പാലത്തിനോട് ചേർന്ന് റോഡരികിൽ സുരക്ഷാ ഭിത്തി നിർമ്മിക്കാത്തത് അപകട ഭീഷണിയായി മാറുന്നു. കൊടകര ഭാഗത്തു നിന്നുള്ള റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ പാലത്തിലേക്ക് കയറുന്നതിന് തൊട്ടു മുൻപായി റോഡിന്റെ വലതുവശത്ത് സുരക്ഷാ ഭിത്തി ഇല്ലാത്തതാണ് ഇരുചക്ര വാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണിയാകുന്നത്. രാത്രിയിൽ ഈ ഭാഗത്ത് വെളിച്ചക്കുറവുള്ളതിനാൽ റോഡിൽ നിന്ന് വഴുതി തോട്ടിലേക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. പറപ്പൂക്കര പഞ്ചായത്തിലെ പന്തലൂർ പ്രദേശത്തുള്ളവർക്ക് കൊടകരയിൽ എത്തിച്ചേരാനുള്ള എളുപ്പമാർഗമാണ് ബ്ലാച്ചിറ പാലത്തിലൂടെയുള്ള റോഡ്. മുൻകാലത്തെ അപേക്ഷിച്ച് ഇതുവഴി കടന്നു പോകുന്ന യാത്രക്കാരുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചിട്ടുള്ളതിനാൽ അപകട സാധ്യത ഒഴിവാക്കുന്നതിന് അധികൃതരുടെ ഭാഗത്തു നിന്നും സത്വര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൊടകര നേത്രജ്യോതി കണ്ണാശുപത്രിയുടെയും കോടാലി ട്രൂ കമ്പാനിയൻസ് സാംസ്കാരിക സംഘടനയുടെയും നേതൃത്വത്തിൽ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു.
കോടാലി CC ടവറിലെ ലക്ഷ്യ ട്യൂഷൻ സെന്ററിൽ വെച്ച് നടന്ന ക്യാമ്പ് ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ നടന്നു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് കല്ലറയ്ക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷനായി. ഡോക്ടർ ആൽവിൻ മുഖ്യപ്രഭാഷണം നടത്തി. ഹരി ചുക്കത്ത്, PL വിൽസൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ ജൂലൈ 24 നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന ജില്ലാ വാഹന പ്രചാരണ ജാഥയ്ക്ക് കൊടകരയിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ PK പുഷ്പാകരൻ, വൈസ് ക്യാപ്റ്റൻ TS ബൈജു, മാനേജർ PG ജയപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. PR പ്രസാദൻ, PC ഉമേഷ്, MK അശോകൻ, CV ശിവൻ, PC ലജീഷ് എന്നിവർ പങ്കെടുത്തു. കല്ലൂർ വീട്ടിക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം പുനഃപ്രതിഷ്ഠ മഹോത്സവത്തോടനുബന്ധിച്ച് ഗ്രാമപ്രദക്ഷിണ യാത്ര നടന്നു. ക്ഷേത്രാചാര്യൻ ഡോക്ടർ TS വിജയന്റെയും മേൽശാന്തി അനൂപ് ചോച്ചേരിക്കുന്നിന്റെയും നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. തിങ്കളാഴ്ച രാവിലെ ഗണപതി ഹോമം, തത്വഹോമം, തത്വകലശാഭിഷേകം, അനുജ്ഞാകലശം, അനുജ്ഞാപൂജ, അനുജ്ഞാബലി, പ്രാർത്ഥനാബിംബ പരിഗ്രഹം, ജലാധിവാസം, മണ്ഡപ സംസ്കാരം എന്നിവയുണ്ടാകും. ചൊവ്വാഴ്ച ഗണപതി ഹോമം, സംഹാര തത്വഹോമം, കലശാഭിഷേകം, ജീവകലശപൂജ, ജീവോദ്വാസനം, ജലോദ്ധാരം, നേത്രോന്മീലനം, ബിംബശുദ്ധിക്രിയകൾ, ശയ്യാപൂജ, ബിംബജീവ കലശങ്ങൾ, ശയ്യയിലേക്ക് എഴുന്നള്ളിക്കൽ, അഗ്നിജനനം, പൂർവബിംബ പരിത്യാഗം, ബ്രഹ്മകലശപൂജ, പരികലശപൂജ, വൈകുന്നേരം അധിവാസഹോമം, ധ്യാനാധിവാസം, പുതിയ പ്രാസാദത്തിന്റെ ശുദ്ധിക്രിയകൾ, ബിംബകലശങ്ങളിൽ അധിവസിച്ച് പൂജ, മണ്ഡലപൂജ എന്നിവ നടക്കും. ജൂലൈ 15 ബുധനാഴ്ചയാണ് പ്രതിഷ്ഠാകർമ്മങ്ങൾ. അതിരാവിലെ ഗണപതി ഹോമം, അധിവാസം വിടർത്തി പൂജ, പ്രാസാദ പ്രതിഷ്ഠ, പീഠപ്രതിഷ്ഠ, വലിയ പാണി. രാവിലെ 6:21 6:55 മധ്യേ ബിംബപ്രതിഷ്ഠ, തുടർന്ന് ഉപദേവതാ പ്രതിഷ്ഠ, ബ്രഹ്മകലശാഭിഷേകം, പരികലശാഭിഷേകങ്ങൾ, ഉപദേവതാ കലശാഭിഷേകങ്ങൾ, മംഗളപൂജ, ശ്രീഭൂതബലി, പതിവ് നിശ്ചയിക്കൽ, ആചാര്യ ദക്ഷിണ, അമൃതഭോജനം എന്നിവയാണ് പ്രധാന പരിപാടികൾ. ക്ഷേത്ര കമ്മിറ്റി രക്ഷാധികാരി ബൈജു പുതുപ്പള്ളി, പ്രസിഡന്റ് ഷാജിമോൻ അയ്യഞ്ചിറ, സെക്രട്ടറി രാജീവ് എടശ്ശേരി, ട്രഷറർ സന്തോഷ് നടുവിലവളപ്പിൽ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡ് പാറക്കാട് ഉന്നതിയിൽ ശക്തമായ മിന്നലേറ്റ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ച പ്രദേശം റവന്യൂ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തഹസിൽദാർ ശ്രീനിവാസന്റെയും കല്ലൂർ വില്ലേജ് ഓഫീസർ നൌഷാദിന്റെയും നേതൃത്വത്തിലാണ് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിക, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെറോൺ ജോൺ, വാർഡ് മെമ്പർ സന്ദീപ് കണിയത്ത്, സംഗീത ദിവാകരൻ, ധന്യ ഷനോജ് എന്നിവരും സന്ദർശനത്തിൽ പങ്കെടുത്തു. ഇടിമിന്നലിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ നേരിൽ വിലയിരുത്തിയ ഉദ്യോഗസ്ഥർ കേടുപാടുകൾ സംഭവിച്ച കുടുംബങ്ങൾക്ക് അർഹമായ എല്ലാ സർക്കാർ ആനുകൂല്യങ്ങളും എത്രയും വേഗം ലഭ്യമാക്കുമെന്ന് നാട്ടുകാരെ അറിയിച്ചു. അങ്ങനെ ഒട്ടേറെ നാശനഷ്ടങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, തഹസിൽദാർ അടക്കമുള്ള ആളുകൾ നമ്മുടെ പഞ്ചായത്ത് സന്ദർശിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സഹായങ്ങളും, ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട എല്ലാ സഹായങ്ങളും ഇവർക്ക് ലഭ്യമാക്കുമെന്നുള്ള കാര്യം ഉറപ്പ് നൽകിയിട്ടുണ്ട്. പഞ്ചായത്തും ഈ കാര്യത്തിൽ ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ എല്ലാം നൽകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ മെമ്പർ സന്ദീപ് കണിയത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് സന്ദീപ് കണിയത്ത്, അദ്ദേഹത്തിന്റെ വാർഡ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഇതിന്റെ പിന്നാലെ എല്ലാ കാര്യങ്ങൾക്കും ഈ വീടുകൾക്ക് സഹായമായി. കാപ്പ കേസ് പ്രതി MDMA പിടിയിൽ. കരുവന്നൂർ സ്വദേശി 41 വയസ്സുള്ള ഷമീറാണ് നെടുപുഴ പോലീസിന്റെ പിടിയിലായത്. 25 ഗ്രാം MDMA ഇയാളിൽ നിന്നും കണ്ടെടുത്തു. വിൽപ്പനയ്ക്കെത്തിച്ച MDMA വട്ടപ്പിനിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കാപ്പ കേസ് പ്രകാരം തൃശൂർ ജില്ലയിൽ പ്രവേശിക്കാൻ അനുമതിയില്ലാത്ത ആളാണ് ഷമീർ. നെടുപുഴ SI PC സനേഷ്, സീനിയർ CPOമാരായ അനിൽകുമാർ, കൃഷ്ണകുമാർ, ശിവകുമാർ, CPOമാരായ അഭീഷ് ആന്റണി, അജിത്, സുജിത്, വിശാഖ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. കഴിഞ്ഞ ദിവസത്തെ നിരക്കിലാണ് ഞായറാഴ്ചയും വ്യാപാരം പുരോഗമിക്കുന്നത്. 1 ഗ്രാം സ്വർണത്തിന് 13,230 രൂപയും 1 പവൻ സ്വർണത്തിന് 1,05,840 രൂപയുമാണ് ഞായറാഴ്ചയിലെ വില. ശനിയാഴ്ച സ്വർണ്ണവിലയിൽ ഗ്രാമിന് 45 രൂപയും പവന് 360 രൂപയും കുറഞ്ഞിരുന്നു. ആ വില തന്നെയാണ് ഞായറാഴ്ചയും തുടരുന്നത്. വെള്ളി വിലയിലും മാറ്റമില്ല. 1 ഗ്രാം വെള്ളിക്ക് 240 രൂപയും 1 കിലോഗ്രാം വെള്ളിക്ക് 2,40,000 രൂപയുമാണ് വിപണി വില.
ശനിയാഴ്ച വെള്ളി വിലയിൽ കിലോഗ്രാമിന് 5000 രൂപയുടെ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. ആ നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,230 രൂപ, പവന് 1,05,840 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. അമ്പല്ലൂർ അടിപ്പാതയുടെ മേൽപ്പാതയ്ക്ക് വേണ്ടി നിർമ്മിച്ച പാർശ്വഭിത്തിയിലെ കോൺക്രീറ്റ് ബ്ലോക്കുകൾ പുറത്തേക്ക് തള്ളിയ നിലയിൽ ഇതോടെ മേൽപ്പാതയുടെ ഒരു ഭാഗം ഇടിയുമെന്ന് ആശങ്ക. NHAI അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യം. ബ്ലാച്ചിറ പാലത്തിനടുത്ത് സുരക്ഷാ ഭിത്തിയില്ല, കാൽനടക്കാരും ഇരുചക്രവാഹനങ്ങളും അപകടഭീതിയിൽ. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡ് പാറക്കാട് ഉന്നതിയിൽ ശക്തമായ ഇടിമിന്നലേറ്റ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ച പ്രദേശം റവന്യൂ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. കോടാലിയിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷന്റെ ജില്ലാ വാഹനജാഥ കൊടകരയിലെത്തി. ജൂലൈ 24-ന് സെക്രട്ടേറിയറ്റ് മാർച്ച്. കല്ലൂർ വീട്ടിക്കുന്ന് ശാസ്താക്ഷേത്രം പുനഃപ്രതിഷ്ഠ ഉത്സവത്തോടനുബന്ധിച്ച് ഗ്രാമപ്രദക്ഷിണ യാത്ര നടത്തി. 15-നാണ് പ്രതിഷ്ഠ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.